ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസിൻ്റെ വചനവേദിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സുസ്വാഗതം. നിത്യരക്ഷയിലേക്ക് എന്നുള്ള ഈ എപ്പിസോഡിലൂടെ നമ്മൾ 5 സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് സംവദിക്കുകയാണ്. ഇന്ന് 2-ാം ദിവസം നമ്മൾ കാണുന്നത് സക്കേവൂസിനെയാണ്. കർത്താവ് രക്ഷ പകർന്നു നൽകിയ 5 പേരിൽ പ്രധാനനായ ഒരാളാണ് സക്കേവൂസ്. സക്കേവൂസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. സക്കേവൂസ് മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കുന്നുണ്ട്. ഈ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സുവിശേഷ ഭാഗമാണ്. ഒരുപക്ഷെ ഒത്തിരി അധികം പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. നിത്യരക്ഷയെന്ന ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നമ്മൾ ഒരിക്കൽ കൂടി ധ്യാനിക്കുകയാണ്. റോമാക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദരെ ഉപദ്രവിക്കാനുള്ള ടൂളായിരുന്നു ചുങ്കക്കാർ. നമുക്കറിയാം, ഒരു റോമൻ രാജാവ് തൻ്റെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലെല്ലാം ചുങ്കക്കാരെ നിയോഗിക്കുന്നു. അവരെല്ലാവരും ജനങ്ങളിൽ നിന്ന് ഭീമമായ തുക ചുങ്കമായിട്ട് സ്വീകരിച്ച് രാജാവിന് കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും നിസ്സാരമായ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ചുങ്കപ്പിരിവ്. ഇവർക്ക് ഇവരുടേതായ പട്ടാളക്കാരും അധികാരവുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പലപ്പോഴും പണത്തോടുള്ള അത്യാർത്തി മൂലം ചുങ്കക്കാർ അവർ വാങ്ങേണ്ടിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ പണം പാവപ്പെട്ട യഹൂദരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിരുന്നു. അതിനുവേണ്ടി മർദ്ദനമുറകളെല്ലാം അവർ സ്വീകരിച്ചിരുന്നു. കൃഷിക്കാരായിരുന്ന, ആട്ടിടയരായിരുന്ന ഈ പാവപ്പെട്ട യഹൂദരിൽ നിന്ന് ഭീമമായ പണമാണ് ചുങ്കക്കാർ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോന്നിരുന്നത്. അവരുടെ കൃഷി ഇറക്കാനുള്ള, കന്നുകാലികളെ വാങ്ങാനുള്ള, ഭവനം പണിയാനുള്ള, മക്കളുടെ വിവാഹം നടത്താനുള്ള, രോഗം ചികിത്സിക്കാനുള്ള പണമെല്ലാമാണ് ചുങ്കക്കാർ ഇങ്ങനെ പിടിച്ചു വാങ്ങി രാജാവിന് കൊടുത്തിരുന്നത്. നല്ലൊരു പങ്കും അവർ സ്വന്തം പോക്കറ്റിലാണ് വെച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യഹൂദർ എത്രമാത്രം ചുങ്കക്കാരെ വെറുത്തിരുന്നു എന്ന്. അവരുമായി യാതൊരു സംസർഗത്തിനോ ഒരു വിധത്തിലുള്ള സൗഹൃദങ്ങൾക്കോ യഹൂദർ തയ്യാറല്ലായിരുന്നു. ചുങ്കക്കാർ എല്ലാവരും വെറുക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരും ശപിക്കപ്പെട്ടവരായിട്ട് കരുതപ്പെട്ടിരുന്നവരുമായിരുന്നു. അതുകൊണ്ട് പണമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും യഹൂദരുടെ മുമ്പിൽ ചുങ്കക്കാർക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സക്കേവൂസിൻ്റെ ജീവിതം ആദ്യകാലങ്ങളിലൊന്നും ഒരു ചുങ്കക്കാരൻ്റേത് ആയിരുന്നിരിക്കില്ല. സക്കേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിർമ്മല ഹൃദയമുള്ളവനെന്നാണ്. അവൻ നല്ലവനായിരുന്നിരിക്കണം, പക്ഷേ പണത്തോടുള്ള ആർത്തി, സമ്പത്ത് സ്വന്തമാക്കാനുള്ള വലിയ ഒരു ആഗ്രഹം അവനെ ചുങ്കക്കാരനായിട്ട് മാറ്റിയതാകാം.
പക്ഷേ കാലക്രമത്തിൽ ആർക്കും വിലയില്ലാത്ത എല്ലാവരും ശപിക്കുകയും നന്മ ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുകയും അവരുടെ തിന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ സക്കേവൂസിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സങ്കടമുണ്ടായിട്ടുണ്ടാകാം. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സക്കേവൂസിൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും ചുങ്കം നൽകാൻ വരുന്നവരാണ്. അവരാരും സന്തോഷത്തോടു കൂടിയല്ല ചുങ്കം നൽകുന്നത്. സങ്കടപ്പെട്ടും കരഞ്ഞും നിലവിളിച്ചുമൊക്കെയാണ്. അവർ ശപിച്ചും പ്രാഗിയുമൊക്കെ ആയിരിക്കാം സക്കേവൂസിൻ്റെ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ ജീവിതവും അവൻ്റെ ഭവനവും തിന്മയുടെ, ശാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഈറ്റില്ലമായിട്ട് മാറി. അവൻ്റെ ഭവനത്തിലേക്ക് വരുന്നവരാരും അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ഭാര്യയോ അവൻ്റെ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരുമായിട്ട് സഹവസിക്കുന്നതിൽ നിന്ന്, സമ്മതിക്കുന്നതിൽ നിന്ന് വളരെയധികം തടസ്സങ്ങളുള്ളവരാണ്. കാരണം അവർ ചുങ്കക്കാരാണ്. അപ്പോൾ എല്ലാവിധത്തിലും ഒറ്റപ്പെട്ട, അവഗണിക്കപ്പെട്ട, ശപിക്കപ്പെട്ട കുടുംബമായിട്ട് സക്കേവൂസിൻ്റെ കുടുംബം മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സക്കേവൂസ് എത്രമാത്രം പണം സമ്പാദിച്ചിട്ടും എത്രമാത്രം ധനം സ്വന്തമാക്കിയിട്ടും അവൻ്റെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മത്തായിയെക്കുറിച്ച്, ലേവിയെക്കുറിച്ച് അവൻ കേട്ട് കാണണം. കർത്താവ് ലേവിയെ വിളിച്ച് തൻ്റെ ശിഷ്യനാക്കി എന്നുള്ളത് സക്കേവൂസിന് ഒരു സദ്വാർത്തയായിട്ട് മാറിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവനും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആരും നന്മയെ ആഗ്രഹിക്കാത്ത, എല്ലാവരും തിന്മ മാത്രം നിരൂപിക്കുന്ന, എല്ലാവരും തിന്മയെ ആഗ്രഹിക്കുന്ന, ശപിക്കപ്പെട്ട തൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സക്കേവൂസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അവൻ അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ വലിയ ധനാഢ്യനാണ്, ചുങ്കക്കാരനാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ പോയി കാണുക? ക്രിസ്തു തന്നെ സ്വീകരിക്കുമോ? മറ്റുള്ളവർ ഏത് വിധത്തിലാണ് തന്നെ മനസ്സിലാക്കുക? ഈ ചിന്തകളുമായിട്ട് അല്പം വൈക്ലഭ്യത്തോടുകൂടി സക്കേവൂസ് മുമ്പോട്ട് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സക്കേവൂസ് അറിയുന്നത് തൻ്റെ ഭവനത്തിൻ്റെ മുന്നിലൂടെ ഇതാ ഈശോ കടന്നു പോകുന്നു. ക്രിസ്തുവിനെ ഇപ്പോൾ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ സക്കേവൂസ് അതിരാവിലെ എഴുന്നേറ്റ് ഒരുപക്ഷെ സെക്കമൂറിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടാകാം. മറ്റാരും കാണാതെ, ആരും റോഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ എഴുന്നേറ്റ് സക്കേവൂസ് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ടുണ്ടാകാം. ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന സക്കേവൂസിൻ്റെ മനസ്സിലേക്ക് പഴയ കാലത്തെ ചിന്തകളെല്ലാം കടന്നു പോയിട്ടുണ്ടാകാം. താൻ എത്രമാത്രം നല്ലവനായിരുന്നു, എല്ലാവർക്കും എത്രമാത്രം താൻ സ്വീകാര്യനായിരുന്നു, എത്രമാത്രം ആളുകൾ തന്നെ സ്നേഹിച്ചിരുന്നു, തന്നെ ബഹുമാനിച്ചിരുന്നു എന്നെല്ലാം സക്കേവൂസ് ഓർക്കുന്നുണ്ടാകാം. ഇന്ന് പണത്തിന് വേണ്ടി ഓടിയപ്പോൾ, പണത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം മാറ്റിവെച്ചപ്പോൾ താൻ ശപിക്കപ്പെട്ടവനായിട്ട്, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായിട്ട്, തൻ്റെ മരണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവനായിട്ട് താൻ മാറുകയാണ്. തൻ്റെ കുടുംബവും അതുവഴിയായിട്ട് വളരെയധികം സങ്കടത്തിലൂടെ കടന്നു പോകുന്നത് സക്കേവൂസ് തിരിച്ചറിയുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഹൃദയം നീറി കരയുകയാണ്. എത്രമാത്രം മോശമായ അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. തൻ്റെ ജീവിതം എത്രമാത്രം തിന്മയുടെ കൂമ്പാരമായിട്ട് മാറുന്നു. ബലം പ്രയോഗിച്ചും ശക്തി കാണിച്ചുമെല്ലാം എത്രയോ പാവങ്ങളെയാണ് താൻ വേദനിപ്പിച്ചിട്ടുള്ളത്. എത്ര പേരുടെ കണ്ണീരാണ് തൻ്റെ കയ്യിൽ പണമായിട്ട് മാറിയിട്ടുള്ളത്. എത്രമാത്രം ശപിക്കപ്പെട്ടവനായിട്ട് താൻ മാറി എന്ന് സക്കേവൂസ് അവിടെ ഇരുന്നു കൊണ്ട് സങ്കടത്തോടെ തിരിച്ചറിയുകയാണ്. ഇതാ കർത്താവ് അകലെയായിട്ട് കടന്നു വരുന്നു. കർത്താവിന് ചുറ്റും ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാവരും പാവപ്പെട്ടവരാണ്, രോഗികളാണ്, അസുഖബാധിതരാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പിൽ സ്ഥാനമുണ്ട്. എല്ലാവരെയും കർത്താവ് ചേർത്ത് പിടിക്കുന്നു, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നു, എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിക്കുന്നു. ആരെല്ലാമാണോ അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവരെല്ലാവരും നന്മ സ്വീകരിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആരെല്ലാമാണോ അവനെ സമീപിക്കുന്നത് അവരെല്ലാവരും ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് തിരികെ പോകുന്നത്. അവരെല്ലാവരെയും പൂർണ്ണമായ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അവരുടെ മനസ്സ് നിറച്ചാണ് കർത്താവ് അവരെ തിരിച്ചുവിടുക. സക്കേവൂസിനും വലിയ ആഗ്രഹം ഉണ്ടാവുകയാണ് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലണം, അവനെ ഒന്ന് ആശ്ലേഷിക്കണം, ഒന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ സക്കേവൂസിന് പേടിയാണ്. താനൊരു ചുങ്കക്കാരനാണ്, കർത്താവ് തന്നെ സ്വീകരിക്കുമോ? അതിലുപരിയായിട്ട് കൂടെയുള്ള മനുഷ്യർ എങ്ങനെയാണ് തന്നെ നോക്കിക്കാണുക, തന്നെ കളിയാക്കുമോ, ഈശോയുടെ മുമ്പിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ സക്കേവൂസ് സങ്കടമുണ്ടായിട്ടുണ്ടാകാം. സക്കേവൂസ് ആ മരത്തിന് മുകളിലിരുന്നു കൊണ്ട് സങ്കടപ്പെടുകയാണ്. അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. ക്രിസ്തുവിനെ കാണാനുള്ള വലിയ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റുന്നില്ല. ഏതായാലും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന സക്കേവൂസ് ഹൃദയത്തിൽ ഒരു പരിവർത്തനത്തിന്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ സാവധാനം
തൻ്റെ അരികിലേക്ക് എത്തുകയാണ്. കടന്നു പോകുന്ന ക്രിസ്തുവിനെ ഒന്ന് സ്പർശിക്കാൻ പോലും, ഹൃദയം തുറന്ന് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മനസ്സൊരുക്കിക്കൊണ്ട് സക്കേവൂസ് അവിടെ ഇരുന്ന് കരയുകയാണ്. സക്കേവൂസിൻ്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് താഴേക്ക് പതിക്കുന്നു. ഇതാ ക്രിസ്തു ആ സിക്കമൂർ മരത്തിൻ്റെ താഴെ കടന്നു പോവുകയാണ്. സക്കേവൂസിൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീര് ഇതാ താഴേക്ക് പതിക്കുന്നു, കർത്താവിൻ്റെ തിരുമുഖത്ത് വീഴുന്നു. ചുടുകണ്ണീരിൻ്റെ താപം തിരിച്ചറിഞ്ഞ ക്രിസ്തു അവിടെ നിൽക്കുകയാണ്. ആരാണ് മുകളിലുള്ളതെന്നും ഏതവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെന്നും ആരെക്കാളും കൂടുതലായിട്ട് ക്രിസ്തു അറിയുന്നു. കാരണം അവൻ ക്രിസ്തുവിൻ്റെ കൂടി മകനാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയവനാണ്. അവനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, തിരികെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിൽ അവതരിച്ചത്. ക്രിസ്തുവിന് സിക്കമൂറിൻ്റെ മുകളിലിരിക്കുന്ന സക്കേവൂസിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് അവിടെ നിൽക്കുന്നു, സക്കേവൂസിനെ വിളിക്കുന്നു. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പൂ ചോദിക്കുമ്പോൾ പൂക്കാലം കൊടുക്കുന്നു എന്നുള്ള നമ്മളെപ്പോഴും പറയുന്ന അതേ കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. കർത്താവിനെ ഒന്ന് കാണണമെന്നാണ്, സ്പർശിക്കണമെന്നാണ് സക്കേവൂസ് ആഗ്രഹിച്ചത്. പക്ഷേ അവൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരിയായിട്ട് കർത്താവ് സ്വീകരിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവൻ്റെ ഭവനത്തിലേക്ക് അതിഥിയായിട്ട് ഈശോ പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത നന്മകളെല്ലാം സംഭവിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ടാകാം. സാവധാനം ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുട്ടികൾക്കായിട്ട് ഒരു ധ്യാനം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ ഈ സുവിശേഷ ഭാഗം വായിച്ചു. എന്നിട്ട് അവർക്കൊരു ഹോംവർക്ക് കൊടുത്തു. ഹോംവർക്ക് ഇതാണ്: സക്കേവൂസ് മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം മാത്രമേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ പുതിയ തീരുമാനം അറിയിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ പോകുന്നതോ അവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്നുള്ളതോ പറയുന്നില്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുത്ത ഹോംവർക്ക് ഇതാണ്: ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ പോയിട്ട് എന്താണ് സംഭവിച്ചത് എന്നാണ് നിങ്ങൾ എഴുതി കൊണ്ടുവരേണ്ടത്. ഈശോ എന്താണ് കഴിച്ചത്, ഈശോ എവിടെയാണ് ഇരുന്നത്, എന്താണോ കുട്ടികളുടെ ചിന്തയ്ക്ക് അനുസരിച്ച് എഴുതി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. കുട്ടികൾ വളരെ മനോഹരമായിട്ട് അതിനോട് പ്രതികരിച്ചു, വളരെ നല്ല രീതിയിൽ എഴുതി കൊണ്ടുവന്നു. അതിൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കുട്ടിയുടെ എഴുത്ത് അതിങ്ങനെയാണ്: ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ സക്കേവൂസിൻ്റെ കുട്ടികൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു. ഈശോ അവരെ സ്വീകരിക്കുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം ഈശോ അവരുടെ കൂടെ പാമ്പും കോണിയും കളിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കാത്ത ഒന്നായിരിക്കാം ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് പാമ്പും കോണിയും കളിച്ചു എന്നുള്ളത്. പാമ്പും കോണിയോ ലൂഡോ എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എൻ്റെ ഹൃദയത്തെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഈശോയ്ക്ക് മറ്റാരെയും താഴാനും മറ്റാരെയും കൂടുതലായിട്ട് മനുഷ്യരുടെ ഹൃദയങ്ങൾ വായിക്കാനും സാധിക്കും. ഈശോ ലുഡോ കളിച്ചോ പാമ്പും കോണിയും കളിച്ചോ എന്നുള്ളതല്ല, ഈശോ സക്കേവൂസുമായിട്ട് എന്ത് സംസാരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഒന്നും സംസാരിച്ചതായിട്ട് സുവിശേഷം പറയുന്നില്ല. സക്കേവൂസിൻ്റെ മക്കളുമായിട്ട് തമാശകൾ പറഞ്ഞിരുന്ന ഈശോയുടെ മുൻപിലേക്ക് സക്കേവൂസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്ന വചനങ്ങളാണ് പിന്നെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. സക്കേവൂസ് ഇങ്ങനെയാണ് പറയുക: കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. നിശബ്ദതയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സക്കേവൂസ് ഇരുന്നു കൊണ്ട് ഒരു മനപരിവർത്തനത്തിന് തയ്യാറാവുകയാണ്. നിശബ്ദതയിൽ കർത്താവ് ഒരു വാക്ക് പോലും സക്കേവൂസിനോട് എതിരായിട്ട് പറയുന്നില്ല, അവനെ കുറ്റപ്പെടുത്തുന്നില്ല, ശപിക്കുന്നില്ല. അന്ന് വരെ അവൻ്റെ ഭവനത്തിൽ വന്നവരെല്ലാവരും അവൻ്റെ തിന്മ ആഗ്രഹിച്ചവരാണ്, ശപിച്ചവരാണ്. ആദ്യമായിട്ട് സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന ഈശോ അവൻ്റെ തിന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല, അവനോട് മോശമായതൊന്നും പറയുന്നില്ല. അവനോട് കുറ്റപ്പെടുത്താതെ നിശബ്ദതയിലാണ് അവനോട് കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കർത്താവും താനുമായിട്ടുള്ള വലിയ ഒരു അന്തരം അവൻ തിരിച്ചറിയുകയാണ്. നിശബ്ദതയിൽ കർത്താവിനെ അവൻ മനസ്സിലാക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഏറ്റവും വലിയ അത്ഭുതം അത് മനസ്സിന് ഉണ്ടാകുന്ന അന്തരമാണ്, മാനസാന്തരമാണ്. കാരണം സുവിശേഷത്തിലെ അത്ഭുതങ്ങളെല്ലാം നമുക്കറിയാം. ഈശോ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ കൊടുക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടിന് കേൾവി കൊടുക്കുന്നു, പിശാചികളെ പുറത്താക്കുന്നു. ഇതെല്ലാം നമ്മൾ അത്ഭുതങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ
അതെല്ലാം പ്രവർത്തിച്ചത് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മനുഷ്യൻ ചെയ്യുന്ന അത്ഭുതം. എന്താണത്? അത് അവൻ്റെ മനസ്സിൻ്റെ പരിവർത്തനമാണ്. അവൻ മാറ്റങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. അല്പം കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, സക്കേവൂസ് അവൻ്റെ അഭിരുചികളിൽ മാറ്റമുണ്ടാക്കുകയാണ്. ഇന്നുവരെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒന്നാം സ്ഥാനത്ത് വെച്ചിരുന്നത് പണത്തിനെയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ലോകത്ത് എല്ലാ തിന്മകൾക്കും കൂട്ടുനിന്നത്. എല്ലാ തിന്മകളുടെയും പിന്നാലെ പോയത് അവൻ പണം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിശബ്ദതയിലിരുന്ന് ധ്യാനിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്നു തൻ്റെ അഭിരുചികളിൽ, പ്രിഫറൻസുകളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് താൻ കരുതി വെച്ചിരുന്ന പണത്തെ എടുത്തു മാറ്റി അവിടെ ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവൻ അതിന് തയ്യാറാവുകയാണ്. തൻ്റെ സ്വത്തിൻ്റെ 50% ദരിദ്രർക്ക് കൊടുത്തത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം 10% കൊടുക്കേണ്ടത്. ഇവിടെ ഇതാ 50% കൊടുക്കുന്ന സക്കേവൂസ്. അതുപോലെ ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 2 ഇരട്ടിയാണ് കൊടുക്കേണ്ടത്. സക്കേവൂസ് കൊടുക്കുന്നത് 4 ഇരട്ടിയാണ്. പണത്തോടും സമ്പത്തിനോടും അവനുണ്ടായിരുന്ന ആ വലിയ അറ്റാച്ച്മെൻറ്റ് എത്രമാത്രം അവൻ ഉപേക്ഷിച്ചു, അതിനെ വേണ്ടാന്ന് വെച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വചനഭാഗം. പണത്തെ ഒന്നുമല്ലാതായിട്ട് അവൻ തിരിച്ചറിയുന്നു. അതിൻ്റെ ക്ഷണഭങ്കുരതയെ അവൻ തിരിച്ചറിയുകയാണ്. അവൻ ഒന്നാം സ്ഥാനത്തേക്ക് ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നാം സ്ഥാനം ദൈവത്തിന് മാത്രമാണ് എന്ന് അവൻ ഏറ്റുപറയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായ ഒരു പുതിയ വിശ്വാസത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. ക്രിസ്തു അവന് പ്രതിഫലം നൽകുന്നത് ഇങ്ങനെയാണ്. ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. ഒരാൾക്ക് മാത്രമല്ല, മറിച്ച് ആ കുടുംബത്തിന് മുഴുവൻ രക്ഷയായിട്ട് ക്രിസ്തു മാറുന്നു. ഇന്നുവരെ പണത്തിന് പിന്നാലെയുള്ള സക്കേവൂസിൻ്റെ പാച്ചിൽ കാരണം സക്കേവൂസിൻ്റെ രക്ഷയും കുടുംബത്തിൻ്റെ രക്ഷയും എല്ലാം കൈമോശം വന്നിരുന്നു. ഇതാ ഈശോയെ ഒന്നാം സ്ഥാനത്തേക്ക് സക്കേവൂസ് തിരികെ കൊണ്ടുവരുമ്പോൾ അവനും അവൻ്റെ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല, അവനും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നുള്ള വലിയ കാര്യം കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സക്കേവൂസ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും സക്കേവൂസിൻ്റെ ജീവിതത്തിലും അവൻ ഒരു മോശമായ അവസ്ഥയിലായിരുന്നു. നന്മകളില്ലാതിരുന്ന, ഇനി ജീവിതത്തിൽ പ്രതീക്ഷകൾക്കൊന്നും സ്ഥാനമില്ലാതിരുന്ന ഒരവസ്ഥയാണ് സക്കേവൂസിനുണ്ടായിരുന്നത്. അതുതന്നെയാണ് ബർത്തിമീസിനുണ്ടായിരുന്നത്. ഇനി തൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല, താൻ പൂർണ്ണമായിട്ട് നശിച്ചുപോയി എന്ന് ചിന്തിച്ചിരുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും തിന്മയെ ആഗ്രഹിക്കുന്ന, എല്ലാവരും ശാപവാക്കുകൾ കൊണ്ട് നിറച്ചു വെച്ചിരുന്ന ജീവിതത്തിലേക്ക് അവൻ ക്രിസ്തുവിനെ കൊണ്ടുവരുന്നു. ക്രിസ്തുവിനെ കാണാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. പവറും പണവുമുള്ള സക്കേവൂസ് അതിരാവിലെ എഴുന്നേറ്റ് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണമെങ്കിൽ അവൻ എത്രമാത്രം ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ശാരീരികമായ ബലഹീനത, അവൻ്റെ പൊക്കമില്ലായ്മയെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ കൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവൻ പണമുള്ളവനായിരുന്നിട്ടും അധികാരമുള്ളവനായിരുന്നിട്ടും മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ക്രിസ്തുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മണിക്കൂറുകൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അത്രമാത്രം ക്രിസ്തുവിനെ കാണാനായിട്ട്, ക്രിസ്തുവിൻ്റെ അടുത്തറിയാനായിട്ട് അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവന് ക്രിസ്തുവിനെ കാണാനുള്ള ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള അവൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അവൻ അതിജീവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് കടന്നു വരാനായിട്ട് തൻ്റെ പണത്തോടുള്ള വലിയ പ്രതിപത്തി, പണവും സമ്പത്തും നേടിയെടുക്കാനുള്ള തൻ്റെ വലിയ ആഗ്രഹം തനിക്ക് ഒരു ബാധ്യതയാകും, ചങ്ങലയാകുമെന്ന് സക്കേവൂസ് അറിയുകയാണ്. അവൻ എന്നേക്കുമായിട്ട് പണത്തെ ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു 360 ഡിഗ്രി മാറ്റം അവൻ കൊണ്ടുവരികയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ പഴയ പോലെയല്ല, എല്ലാം പുതുമയുള്ളതാണ് എന്ന് അവൻ ഏറ്റുപറയുന്നു. പണത്തോട്, സമ്പത്തിനോട് അവൻ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വഴിമാറി നടക്കാനായിട്ട് അവൻ പരിശ്രമിക്കുകയാണ്. നാലാമതായിട്ട് ക്രിസ്തുവുമായിട്ട് അവൻ സമ്മതിക്കുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സക്കേവൂസ് സമ്മതിക്കുന്നത് നിശബ്ദതയിലാണ് എന്നുള്ളതാണ്. കർത്താവ് ഒരു വാക്കുകൊണ്ട് പോലും അവന് മുറിപ്പെടുത്തുന്നില്ല. ഇന്നുവരെ അവൻ്റെ ഭവനത്തിൽ കടന്നു വന്ന എല്ലാവരും അവനെ ശപിച്ചു, കുറ്റപ്പെടുത്തി.
അവൻ്റെ നന്മ ഒരാളും ആഗ്രഹിക്കുന്നില്ല. നന്മയായിട്ടുള്ളതൊന്നും അവൻ്റെ ചെവികളിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇവിടെയും അവൻ ഭയത്തോടു കൂടി കാത്തിരിക്കുന്നത് ക്രിസ്തു അവനെ കുറ്റപ്പെടുത്തുമെന്നായിരിക്കാം, ക്രിസ്തു അവന് നേരെ വിരൽ ചൂണ്ടുമെന്നായിരിക്കാം, നിനക്ക് തെറ്റുപറ്റിപ്പോയി എന്നും നീ ഇങ്ങനെയെല്ലാം പരിഹാരം ചെയ്യണമെന്നുമായിരിക്കാം അവൻ കേൾക്കാനായിട്ട് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിശബ്ദതയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്താണ് സക്കേവൂസിൻ്റെ ഭവനത്തിൽ നടന്നതെന്ന് സുവിശേഷകൻ പറയുന്നില്ല. നിശബ്ദതയിലിരുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ സക്കേവൂസ് അവനെ തന്നെ ഹൃദയം തുറന്ന് കാണിക്കുകയാണ്. താൻ എത്രമാത്രം കുറവുകളും ബലഹീനതകളും ഉള്ളവനാണ് എന്ന് അവൻ സ്വയം തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിലേക്ക് അവനെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് അവൻ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ആ പണത്തോടുള്ള വലിയ ആഗ്രഹത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായിട്ട് അവൻ സംവദിക്കുന്നു. ക്രിസ്തുവിനോട് അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തുറന്നു പറയുകയാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും സക്കേവൂസ് സുവിശേഷത്തിൻ്റെ താളുകളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ആദ്യം സുവിശേഷങ്ങൾ എഴുതിയ വ്യക്തികൾ, നമ്മുടെ 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷങ്ങളിൽ ഒന്നാണ് ലൂക്കായുടെ സുവിശേഷം. അപ്പോൾ ലൂക്കാ സുവിശേഷകൻ കൃത്യമായിട്ട് സക്കേവൂസിനെ ഓർത്തിരുന്ന് സക്കേവൂസിനെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ആദിമ ക്രിസ്ത്യാനികളിൽ ഒരാളായിരുന്നിരിക്കണം സക്കേവൂസ്. ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹം ഇന്നും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മനോഹരമായിട്ടൊരു ജീവിത സാക്ഷ്യമാക്കി അവനെ മാറ്റുകയാണ്. അവൻ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്നു. നമ്മളെല്ലാവരും രക്ഷ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികമായ യാത്രകളെല്ലാം പല സ്ഥലങ്ങളിലും വെച്ച് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പിന്നാലെ ആയിപ്പോകുന്നു. ചില കാര്യങ്ങൾ സാധ്യമാകാനായിട്ട്, ചില രോഗങ്ങൾ മാറുവാനായിട്ട്, ജോലി ലഭിക്കാനായിട്ട്, നല്ല ഭവനമുണ്ടാകാനൊക്കെയായിട്ട് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ യാത്ര ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചുരുക്കുമ്പോൾ നിത്യരക്ഷ എന്ന വലിയ കൃപയിലേക്ക്, വലിയ നന്മയിലേക്ക് നമ്മൾ എത്തിച്ചേരാതെ പോകുന്നു. യഥാർത്ഥമായ സ്ഥാനത്തെത്താതെ നമ്മൾ വഴിതെറ്റിപ്പോകുന്നവരായിട്ട് മാറുകയാണ്. ഈശോ നമ്മളെ വിളിച്ചതും ഈശോ നമ്മളെ കൊണ്ടുവന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളിലും അവസാനിക്കാനല്ല, മറിച്ച് നമ്മളെല്ലാവരും നിത്യരക്ഷയിലേക്ക്, എന്നും ക്രിസ്തുവുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന, ക്രിസ്തുവിനെന്നും മഹത്വം നൽകിക്കൊണ്ട് കർത്താവിന് വാഴ്ത്തിപ്പാടുന്ന സ്വർഗീയമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ്. നമുക്ക് സക്കേവൂസിനെ നമ്മുടെ മാതൃകയാക്കാം. എൻ്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് ക്രിസ്തുവുണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. 1-ാം സ്ഥാനത്തല്ലാതെ ക്രിസ്തുവിനെ മറ്റെവിടെ വെച്ചാലും അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടാകട്ടെ. 1-ാം സ്ഥാനം കൊണ്ട് മാത്രം ക്രിസ്തുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സക്കേവൂസിനെ പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിനക്ക് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ലൗകികമായ ഭൗതികമായ പലതും ഞങ്ങളെ നിത്യരക്ഷയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ട്. ചില ഇഷ്ടങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില സ്വപ്നങ്ങൾ, പ്രതീക്ഷകളെല്ലാം 1-ാം സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കർത്താവേ, നിന്നെ എപ്പോഴും 1-ാം സ്ഥാനത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, എപ്പോഴും ആ 1-ാം സ്ഥാനത്ത് നീ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നും നിനക്ക് സ്തുതി പാടുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് കർത്താവെ ഞങ്ങളെല്ലാവരെയും പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.